ഇന്നൊരു അട്ട കുട്ടി സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് രാവിലെ തന്നെ എണീക്കുമ്പോൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്നുണ്ട്. ഇത് നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഈ ഒരു മധുരം വെച്ച നൂലപ്പവും ഒരു താറാമുട്ടയും ഒരു ഗ്ലാസ് പാലും കുടിക്കുന്നുണ്ട്. താറാമുട്ട മുറിവിൽ മാംസം കൂടാനൊക്കെ നല്ലതാണ് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ നൂലപ്പം കറിയുമായിട്ട് കഴിക്കുന്നത് അധികം ഇഷ്ടമല്ല. ഇങ്ങനെ പഞ്ചസാരയും തേങ്ങയും വെച്ചിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു നേന്ത്രപ്പഴം കഴിക്കുന്നുണ്ട്. നേന്ത്രപ്പഴം സർജറിയൊക്കെ കഴിഞ്ഞവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി വളരെ നല്ലതാണ്. പിന്നെ ആരോഗ്യത്തിന് നല്ലതല്ലേ. അപ്പോൾ ഒരു നേന്ത്രപ്പഴം കഴിക്കുന്നുണ്ട്. പിന്നെ 11 മണിയൊക്കെ ആയപ്പോൾ ഈ ഒരു ഓറഞ്ചിൻ്റെ ഒരെണ്ണം ഫുള്ളൊന്നും ഞാൻ കഴിക്കില്ല. കാരണം എനിക്ക് സർജറി കഴിഞ്ഞിരിക്കുന്ന ഒരു പേടിയാണ് പുളിയുള്ളത് കഴിക്കാൻ വേണ്ടി. ഡോക്ടർ കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും എന്താ ഒരു 2-3 അല്ലിയേ എടുത്തുള്ളൂ. ബാക്കി ചേച്ചിയുടെ കുട്ടിക്ക് കൊടുത്തു. പിന്നെ ഞാനിങ്ങനെ സിറ്റ് ഔട്ടിൽ പുറത്തെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുമായിരുന്നു. പുറത്തോട്ടൊന്നും ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല, ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട്. സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരുന്ന് ചില്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചേച്ചിയുടെ മോന് തണ്ണിമത്തൻ വാട്ടർമെലൺ കട്ട് ചെയ്തിട്ട് അതും കുറച്ച് മുന്തിരിയും കൂടെ. ഇത് സീഡ്ലെസ് മുന്തിരിയാണ്. മുന്തിരി നമുക്ക് ഒരുപാട് കഴിക്കാൻ പാടില്ല ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. ഒരു 4-5 മുന്തിരി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഈ തണ്ണിമത്തൻ ഇങ്ങനെ ഈ ഐസ് മിഠായിയുടെ ആകൃതിയിൽ ഇങ്ങനെ വെട്ടിക്കൊണ്ട് തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ എന്ന്. അങ്ങനെ അതും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, ബോഡിയൊക്കെ ഒന്ന് കൂളാവാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് ലഞ്ച് കഴിച്ചത്. ലഞ്ചിന് ചോറും രസവും പിന്നെ വരാൽ വറുത്തത്. വരാൽ മുറിവ് കൂടാൻ നല്ലതാണ്, പക്ഷെ കറി വെച്ച് വേണം കേട്ടോ കഴിക്കാനായിട്ട്. ഇന്നത്തെ എൻ്റെ റിക്വസ്റ്റ് കൊണ്ട് വറുത്തതെന്നാണ്. പിന്നെ വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂട്ടി നല്ല സുഭിക്ഷമായിട്ട് കഴിച്ചു. പിന്നെ 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അമ്മ മധുരക്കിഴങ്ങ് പുഴുങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയും കുടിച്ചു. ചായ ഇപ്പം അധികം കുടിക്കത്തില്ല, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. പിന്നെ ഇന്ന് വേണമെന്ന് തോന്നിയിട്ട് കുടിച്ചതാണ്. അങ്ങനെ ചായയും ഈ ഒരു മധുരക്കിഴങ്ങുമാണ് 4 മണിക്ക് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കഞ്ഞി കിട്ടിയിട്ടുണ്ടായിരുന്നു, അതാണ് രാത്രി കഴിച്ചത്. അത് എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഈ ഒരു 6 മണിക്ക് ഒരു നട്ട്സും കഴിച്ചു. അത്രയാണ് നമ്മുടെ വാട്ട ഈറ്റിനിടെ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പോയിട്ട് വരാം.